വേടന് നല്ല ഗാനരചയിതാവിൻ്റെ അവാർഡ് കിട്ടിയതിൽ ചിലർക്കെങ്കിലും ഒരു അസ്വാരസ്യം അനുഭവപ്പെടുന്നുണ്ടാവും. അതിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് പ്രശസ്ത നടനായ ജോയി മാത്യുവിൻ്റെ ഒരു കമൻ്റാണ് ഇപ്പോൾ മീഡിയയിലൊക്കെ വന്നിരിക്കുന്നത്. അത് അദ്ദേഹത്തിന് തന്നെ കമൻ്റാണോ എന്നറിയത്തില്ല. ജനങ്ങളുടെ ടാക്സ് മണിയെടുത്ത് ജനങ്ങളെ കൊഞ്ഞനം കാണിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആ ജോയി മാത്യുവിൻ്റെ അഭിപ്രായം പോകുന്നത്. എന്തുകൊണ്ട് വേടൻ്റെ വരികൾ നല്ലതാണെങ്കിൽ എന്തുകൊണ്ട് വേടൻ അവാർഡ് കിട്ടിക്കൂടാ? അത് തന്നെയാണ് വേടൻ മുന്നോട്ട് വയ്ക്കുന്ന നമ്മുടെ സാമൂഹ്യ പ്രശ്നവും. നായർക്കും നമ്പൂതിരിക്കും മാത്രമേ കലാസാഹിത്യങ്ങളിൽ നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ എന്ന് ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ടായിരിക്കും പലർക്കും വേടൻ അവാർഡ് കിട്ടിയതിൽ ഇത്രത്തോളം നീരസം രേഖപ്പെടുത്തുന്നത്. ഇതൊരു സിനിമാ ഗാനരചയിതാവിൻ്റെ അവാർഡാണ്. വൈലോപ്പിള്ളിയും ONVയും ശ്രീകുമാരൻ തമ്പിയും ശ്രീകുമാറും ഒക്കെ എഴുതിയ കവിതകൾ ഒരുതരം പൈങ്കിളി കവിതകളായിട്ടാണ് വേടൻ്റെ വരികൾ കേട്ടതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനായിരുന്നായിരിക്കും ചോദിക്കുന്നത്. ഞാനൊരു സാധാരണ ഇതൊക്കെ ഇൻഡിപെൻഡൻ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരാൾ. വീക്ഷിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഇവാലുവേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ വേടൻ്റെ പാട്ട് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം, മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള സിനിമയിലെ ആ കല്യാണ സീനിലാണ് ആ പാട്ടുള്ളത്. അപ്പോൾ അവിടെ ആ പാട്ടിൻ്റെ വരികൾ നിങ്ങൾ കംപ്ലീറ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ ചെറുപ്പക്കാരെയും എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സംഗീതമാണ്. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. അതായത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് നേടുന്നതൊന്നും ഒരിക്കലും മങ്ങത്തില്ല. എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ഏതെങ്കിലും കലാകാരൻ ഇതുപോലെ സമൂഹത്തെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് 2 വരികൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇത് വേടൻ ആയതുകൊണ്ട് മാത്രമാണ് പലർക്കും ഇത് ദഹിക്കാൻ പറ്റാത്തത്. ശ്രീകുമാരൻ തമ്പിയും ശ്രീകുമാറും ONVയും വൈലോപ്പിള്ളിയൊക്കെ എഴുതിയ പൈങ്കിളി സാഹിത്യത്തിൽ മലയാളി മയങ്ങിപ്പോയിരിക്കുകയാണ്. അതിനപ്പുറത്തോട്ടൊന്ന് ചിന്തിക്കാൻ മലയാളിക്ക് ആകുന്നില്ല. മാത്രമല്ല, ഇവരിൽ ബഹുഭൂരിപക്ഷം സവർണരുമാണ്. അപ്പോൾ സവർണർ എഴുതിയ കവിതകൾ അല്ലെങ്കിൽ പൈങ്കിളി സാഹിത്യങ്ങൾ, അതാണ് സ്റ്റാൻഡേർഡ് എന്ന് കരുതുന്ന മലയാളിയുടെ മുന്നിലോട്ടാണ് വേടൻ എന്ന് പറയുന്ന റാപ്പർ വരുന്നത്. അദ്ദേഹം 28 or 30 പാട്ടുകൾ എഴുതി. ഈ ഓരോ പാട്ടും നിങ്ങളെടുത്ത് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ വരികളിലെ അർത്ഥങ്ങളാണ് ഏറ്റവും മുന്തി നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ സംഗീതം, അതിൻ്റെ അവതരണം. എന്തായാലും ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കുന്നു. ഒരു ചെറുപ്പക്കാരന്, 30 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരന് ഇതുപോലൊരു അവാർഡ് കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്തത്. ഇതുപോലുള്ള ചെറുപ്പക്കാരാണ് നമ്മളെ നാട്ടിൽ മുന്നോട്ട് വരേണ്ടത്. അല്ലാതെ പൈങ്കിളി സാഹിത്യം എഴുതി മലയാളിയെ മയക്കുന്ന കവി ശ്രേഷ്ഠന്മാരല്ല നമുക്ക് വേണ്ടത്. ഞാൻ ബാല വേണു, ഓസ്ട്രേലിയയിൽ നിന്നും.